Good afternoon, all. Good afternoon, ma'am. Disaster management കഴിഞ്ഞൂലേ നമ്മുടെ എല്ലാരും നോക്കിയോ ചാപ്റ്റർ നോക്കി എല്ലാവരും ചാപ്റ്റർ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് എന്താണ്? ഹോസ്പിറ്റലുകളിലെ പ്രവർത്തനങ്ങളിൽ ഫങ്ഷൻസിനെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക അല്ലെ. ഇനി എന്താണ് നാബ്? നാബ് എന്ന് പറഞ്ഞാല് നാബ് NABH നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. ടൈപ്പ് ചെയ്യണം. നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്ന, ഹോസ്പിറ്റലിലെ ഫങ്ഷൻസിനെയൊക്കെ വിലയിരുത്തി ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു ബോർഡാണ് നാഷണൽ അക്രീഡിയേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ. ISO കേട്ടിട്ടില്ലേ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹോസ്പിറ്റൽ. ISO അംഗീകാരം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ISO എന്താണ് ISO എന്ന് പറഞ്ഞാല് മൾട്ടി ഇൻഡസ്ട്രിക്ക്, ഇപ്പൊ ഫാക്ടറി ആവാം, അപ്പൊ അങ്ങനെയുള്ള മൾട്ടി ഇൻഡസ്ട്രിക്ക് അംഗീകാരം ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം കൊടുക്കുന്നതാണ് ISO. NABH എന്ന് പറഞ്ഞാല് നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്നതാണ് NABH. ക്ലിയർ ആയോ? NABH എന്താണ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതില് NABHന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് സാധനം, നമ്മൊരു വിപണിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചാല് എന്തിന്റെ ബേസിസിലായിരിക്കും നമ്മ പറയുന്നത് അതിന് ക്വാളിറ്റി ഉണ്ടെന്ന്, ഗുണനിലവാരം ഉണ്ടെന്ന് പറയുന്നത്? നമുക്കൊരു ഡ്രസ്സ് മേടിക്കുകയാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പറയുന്നത് ആ ഡ്രസ് ക്വാളിറ്റി ഉണ്ട്, നല്ല ഡ്രസ് ആയിരുന്നു എന്ന് പറയുന്നത്. പറയാറില്ലേ നിങ്ങൾ? നല്ല മെറ്റീരിയൽ, നല്ല മെറ്റീരിയൽ. പിന്നെ എന്താണ്? നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണം അല്ലേ? പിന്നെ എന്താണ്? നമുക്ക് കൊടുത്ത പൈസക്കുള്ള വർത്ത് ഉണ്ടായിരിക്കണം അല്ലെ, മൂല്യം ഉണ്ടായിരിക്കണം. മെറ്റീരിയൽ നല്ലതായിരിക്കണം അല്ലെ, നല്ല കളർ ആയിരിക്കണം, സ്റ്റിച്ചിങ് നല്ലതായിരിക്കണം, വേണ്ടേ?
പിന്നെ സ്റ്റിച്ചിങ് നല്ലതായിരിക്കണം. ഇപ്പൊ നമ്മ ഒരു ഡ്രസ്സ് വാങ്ങി അതിന്റെ സ്റ്റിച്ചിങ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മ പറയില്ലേ കൊള്ളില്ലാത്ത ഡ്രസ് ആയിരുന്നു, അത് സ്റ്റിച്ചിങ് അവിടെ ഇവിടെയൊക്കെ വിട്ടു പോയിട്ടുണ്ടെന്ന് പറയാറില്ലേ? ഡാമേജ് പറ്റിയതാണെന്ന് പറയില്ലേ? കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും, ഡാമേജ് പറ്റിയതാണെന്ന് പറയും അപ്പൊ തന്നെ നമ്മ. അപ്പൊ എന്താണ് ഒരു ഒബ്ജക്റ്റീവ്സിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? അന്തർലീനമായ സവിശേഷതകളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ? ആണോ? ഈ മെറ്റീരിയൽ ഗുഡ് മെറ്റീരിയൽ ആയിരിക്കണം, നല്ല ഫിറ്റ് ആയിരിക്കണം അല്ലേ? അതൊക്കെ എന്താണ് അതിന്റെ സവിശേഷതകളാണ് അല്ലെ? അതിലുണ്ടായിരിക്കേണ്ട ഗുണങ്ങളല്ലേ? ആ ഡ്രസ്സിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളല്ലേ? അപ്പൊ എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഡിഗ്രിക്ക് മുമ്പേ എഴുതാം ക്വാളിറ്റി ഈസ് ഡിഫൈൻ, ക്വാളിറ്റി ഈസ് ഡിഫൈൻ എന്ന് എഴുതാട്ടാ. ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO ക്വാളിറ്റിക്ക് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. ക്വാളിറ്റി ഈസ് ഡിഫൈൻ, കറക്റ്റ് എഴുതിയോ? Quality is defined degree to which a series of inherent characteristics fulfill needs. Needs വെട്ടിയിട്ട് requirements എന്നാക്കാം. Needs വെട്ടിയിട്ട് requirements എന്നാക്കാം. ഒന്നുകൂടെ പറയണം. ഡിഗ്രിക്ക് മുമ്പ് ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് എന്ന് എഴുതാം. ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്, ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ്. ലാസ്റ്റ് ഫുൾഫിൽ നീഡ്സ് എന്നില്ലേ? നീഡ്സ് വെട്ടിയിട്ട് റിക്വയർമെന്റ്സ്, റിക്വയർമെന്റ്സ്. ശരിയോ? എന്താണ് നമ്മുടെ ആവശ്യകതകൾ അല്ലെ? നമ്മുടെ റിക്വയർമെന്റ്സ്, നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു ഒബ്ജക്റ്റീവ്സിന്, ഒരു സാധനത്തിന് ഉണ്ടായിരിക്കേണ്ട അന്തർലീനമായ സവിശേഷതകളെ, ക്യാരക്ടറിസ്റ്റിക്സിനെ ആണ് എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ ഒരു ഡ്രസ്സാണ് വാങ്ങുന്നതെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട ഒരു കൂട്ടം സവിശേഷതകൾ ഉണ്ട് അല്ലെ? സീരീസ് ഓഫ് ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു കൂട്ടം സവിശേഷതകളിലെ അതിന്റെ കളർ, അതിന്റെ ഫിറ്റ്, അത് ലോങ് ലാസ്റ്റ് ചെയ്യണം അല്ലെ? അതിന്റെ മെറ്റീരിയൽ, അതിന്റെ പ്രൈസ് ആണോ? അപ്പൊ എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ഒരു വസ്തുവിന്, ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ഒരു കൂട്ടം സവിശേഷതകളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയറായോ? ഇപ്പൊ അതിലൊരു സാധനം, ഇപ്പൊ എന്താണ് അതിന്റെ മെറ്റീരിയൽ നല്ലതല്ല, അപ്പൊ തന്നെ നമ്മ പറയില്ലേ ഡ്രസ് ക്വാളിറ്റി ഇല്ല, പറയാറില്ലേ? അതിന്റെ ആ തുണി മെറ്റീരിയൽ നല്ലതല്ലെങ്കിൽ തന്നെ നമ്മ പറയും അല്ലേ? അതെന്താണ്? ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ് ആയിരുന്നു അല്ലേ? പറയാറില്ലേ? പറയാറുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ്? നമ്മുടെ ആവശ്യകതകള്, അത് എക്സാമ്പിൾ പോലെ പറഞ്ഞാണ് കേട്ടോ മിസ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ആവശ്യകതകള് നിറവേറ്റുന്നതിന് ഒരു വസ്തുവിന്, ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ഒരു കൂട്ടം സവിശേഷതകളെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതാര് പറഞ്ഞതാ ഈ ഡെഫിനിഷൻ? ISO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫീച്ചേഴ്സ്. പറഞ്ഞില്ലേ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫീച്ചേഴ്സ് ആണ് അല്ലെ? സവിശേഷതകളല്ലേ ഒരു ഡ്രസ്സിന് ഉണ്ടായിരിക്കേണ്ട
സവിശേഷതകളാണ് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിന്റെ മെറ്റീരിയലിന്റെ ഗുണം അല്ലെ, അതിന്റെ പ്രൈസ്, അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റിച്ചിങ് അല്ലെ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിംഗ്വിഷ് ഫീച്ചേഴ്സ്, പലതരത്തിലുള്ള സവിശേഷതകളാണ്. റിക്വയർമെന്റ്സ് ആർ എ നീഡ് ഓർ അസംപ്ഷൻ ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് നോർമലി, ഇംപ്ലൈൻഡ് ഓർ മാൻഡേറ്ററി. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യകതകൾ. നമ്മുടെ ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യം, നീഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുമാനം അല്ലേ. ഇപ്പൊ വസ്ത്രം വേണം, അത് നമ്മുടെ ഒരു ആവശ്യമല്ലേ, അതെന്താണ്? നമ്മുടെ റിക്വയർമെന്റ് ആണ് അല്ലെ. നമുക്ക് ശ്വസിക്കാനായിട്ട് വായു വേണം, അതെന്താണ്? അത് നമ്മുടെ ഒരു ആവശ്യമാണ്, പക്ഷെ എന്താണ്? അതൊരു അനുമാനമാണ് അല്ലെ. അസംപ്ഷൻ ആണ് അത് നമ്മുടെ. ശ്വസിക്കാൻ ഓക്സിജൻ വേണം അല്ലെ. അപ്പൊ എന്താണ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് റിക്വയർമെന്റ്സ് സൂചിപ്പിക്കുന്നത്? നിർബന്ധിതമായ ഒരു ആവശ്യത്തെയോ അതല്ലെങ്കിൽ ഒരു അനുമാനത്തെയോ ആണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? വസ്ത്രം വേണം അല്ലെ, താമസിക്കാൻ വീട് വേണം, ഭക്ഷണം വേണം, അതെന്താണ്? നമ്മുടെ ആവശ്യമാണ്, നീഡ്സ് ആണ് അല്ലെ. നല്ല ട്രീറ്റ്മെന്റ് വേണം, നല്ല ഹെൽത്ത് വേണം അല്ലേ, ആണോ? ഫുഡ് വേണം, അതൊക്കെ എന്താണ്? നമ്മുടെ ആവശ്യമാണ് അല്ലെ. അനുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അനുമാനം എന്താണ്? ശ്വസിക്കാൻ വായു വേണം, ഓക്സിജൻ വേണം, അതൊക്കെ എന്താണ്? നമ്മുടെ ഒരു അനുമാനം. അത് ശരിക്കും നമുക്ക് ആവശ്യമാണ് അല്ലെ. ശ്വസിക്കാൻ വായു ആവശ്യമല്ലെങ്കിൽ നമുക്ക് ആണോ? റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധിതമോ ആയ ആവശ്യങ്ങളെയോ അല്ലെങ്കിൽ അനുമാനത്തെയോ ആണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? degree of adherence to pre-established criteria or standard. ഇതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അതല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെ. ആണോ? നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മ ഒരു മുൻകൂട്ടി അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ, സവിശേഷതകൾ നമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവില്ലേ നമ്മുടെ മനസ്സില് അല്ലേ. അല്ലെങ്കിൽ ഒരു നമ്മൊരു നോർമലായിട്ട് ചെറിയ രീതിയിൽ പറയാം, നമ്മ ഒരു ബിരിയാണി വാങ്ങിക്കുകയാണ് ഒരു ഹോട്ടലിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഉണ്ടാവും അല്ലെ. അതിന്റെ ടേസ്റ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ് ഇല്ലേ. ഉണ്ടോ? അപ്പൊ എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്? നമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങളുടെ അളവിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതൊക്കെ നമുക്ക് ഡെഫിനിഷനിൽ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഒരു കൂട്ടം സവിശേഷതകളെയാണ്, ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് അല്ലെ, വ്യത്യസ്തങ്ങളായ സവിശേഷതകളെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യകതകൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മൾ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിർബന്ധിതമോ ആയ ആവശ്യങ്ങളെയോ അല്ലെങ്കിൽ അനുമാനത്തെയോ ആണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ ഒരു വസ്തുവിനെ, ഒരു ഒബ്ജക്ട്സിനെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ
അളവിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൊരു ബിരിയാണി വാങ്ങിച്ചു, അതിൽ കറക്റ്റ് ക്വാണ്ടിറ്റി ഇല്ല, അതിന് ടേസ്റ്റ് ഇല്ല, നമ്മ പറയോ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മ പറയും അത് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. നമ്മ പറയും ആ ഹോട്ടലിൽ ഫുഡ് പോരാട്ടാ, ക്വാളിറ്റി ഇല്ല അല്ലേ, അങ്ങനെയല്ലേ പറയാ. ക്ലിയറായോ ആ പാരഗ്രാഫ്? എല്ലാവർക്കും ഓക്കെ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. എന്താണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ അപ്പൊ എന്തായിരിക്കും ക്വാളിറ്റി? നമ്മുടെ ആവശ്യകതകൾ അല്ലെ, ഹോസ്പിറ്റലിൽ നമ്മുടെ ആവശ്യകതകൾ എന്താണ്? അവിടെ നിന്ന് നല്ല സർവീസ്, നല്ല ട്രീറ്റ്മെന്റ് അല്ലേ. അപ്പൊ അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെയാണ് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. റിക്വയർമെന്റ്സ് എന്താണപ്പ? നമ്മുടെ ആവശ്യകതകൾ അല്ലെ, പേഷ്യൻസിന്റെ ആവശ്യകതകൾ, ട്രീറ്റ്മെന്റ്, ഫെസിലിറ്റീസ്, നല്ല എക്യുപ്മെന്റുകളുടെ സേവനം, നല്ല ഡോക്ടേഴ്സിന്റെ സേവനം അല്ലേ ആണോ? അതാണ് റിക്വയർമെന്റ്സ്. അപ്പൊ ഇതെല്ലാം ഇതൊക്കെ എന്താണ് നമ്മ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡങ്ങളാണ് അല്ലെ. അവിടെ പോയി കഴിഞ്ഞാൽ, ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ല ഗുണമേന്മയുള്ള സേവനങ്ങൾ ലഭിക്കും അല്ലെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ലഭിക്കുന്നു. അത് നമ്മ എന്ത് ചെയ്യും? മുൻകൂട്ടി നിശ്ചയിക്കുന്ന ക്രൈറ്റീരിയ അല്ലേ, ആ ഹോസ്പിറ്റലിന് കൊടുക്കുന്ന മാനദണ്ഡങ്ങളാണ് അല്ലേ. അതിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ഹോസ്പിറ്റലുമായി കമ്പയർ ചെയ്ത് ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെ, ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പാക്കുകയും അതെന്ത് ചെയ്യണം? ഓരോ വർഷം ചെല്ലുന്നോറും നമുക്കറിയാം, നമ്മ ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു വർഷം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മ ആദ്യം പോയ ഫെസിലിറ്റീസ്, സൗകര്യങ്ങള്, ഡോക്ടേഴ്സ് തന്നെയായിരിക്കും അവിടെ ഉള്ളത്. അവിടുത്തെ പ്രവർത്തനങ്ങള്, ഫങ്ഷൻസ് അല്ലെ കുറച്ചും കൂടി ഇംപ്രൂവ് ആയിട്ടുണ്ടാവും അല്ലെ, ബെറ്റർ ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ക്വാളിറ്റി അഷുറൻസ്? ക്വാളിറ്റി ഉറപ്പാക്കുകയും അത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കിയേ. ഫസ്റ്റ് വരുന്നത് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പുവരുത്തുക അല്ലെ. ക്വാളിറ്റി അഷുറൻസ് QA is a part of quality management. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. Centered on providing confidence that quality requirements will be satisfied. ഇപ്പൊ അവിടെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ മനസ്സിലാക്കിയാണ് അവിടെ നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് ലഭിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള എക്യുപ്മെന്റുകളുടെ സേവനങ്ങളാണ് കൊടുക്കുന്നത്, ഡോക്ടേഴ്സ് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അവർക്ക് എന്ത് വർദ്ധിക്കും? അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവർക്ക് എന്ത് കിട്ടും? കോൺഫിഡൻസ് കിട്ടോ? ആത്മവിശ്വാസം നൽകോ ഹോസ്പിറ്റലിന്? അപ്പൊ എന്താണ് ക്വാളിറ്റി അഷുറൻസ്? ക്വാളിറ്റി ഉറപ്പ് നൽകിയാൽ എന്ത് പറ്റും? ക്വാളിറ്റി നല്ല ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റി എന്ന ഒരു ആത്മവിശ്വാസം അവർക്ക് നൽകുന്നു. ക്ലിയർ ആയോ? Is a part of quality management centered on providing confidence the quality requirements will be satisfied. നല്ല ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റി എന്ന കോൺഫിഡൻസ് അവർക്ക് നൽകുന്നു, ആത്മവിശ്വാസം നൽകുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മളാണെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മ ബെറ്ററായി, നല്ല ട്രീറ്റ്മെന്റ് ആണ് ലഭിച്ചത്, നല്ല ക്വാളിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്തുവരും? പിന്നീട് അവിടെ പോകാനായിട്ട്, ആ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരു കോൺഫിഡൻസ് ലഭിക്കുകയാണ് അല്ലെ, ആത്മവിശ്വാസം കിട്ടില്ലേ? നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ആ ഹോസ്പിറ്റൽ റെഫർ ചെയ്യുകയും ചെയ്യില്ലേ?
മറ്റുള്ളവർക്ക് അത് റെഫർ ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ് ക്വാളിറ്റി ഉറപ്പ് നൽകിയാൽ എന്താണ് നല്ല ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റി എന്ന ഒരു ആത്മവിശ്വാസം നൽകുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്വാളിറ്റി നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി വർദ്ധിപ്പിക്കുക അല്ലെ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് QI is an ongoing process. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഓൺഗോയിങ് പ്രോസസ് ആണ്. അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്പോൺസ് ആണ് അല്ലെ, ഒരു പ്രതികരണമാണ്. To quality evaluation data about a service in ways that enhance the process by which services are given to customers or patients. എന്താണ് പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങൾ സർവീസുകൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഓൺഗോയിങ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിനു ശേഷം എന്താണ് അതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിൽ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ നടത്തുന്ന നിരന്തരമായ പ്രവർത്തനത്തെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് എടുക്കാറുണ്ടോ? അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട് അല്ലെ? ഉണ്ട്. അപ്പൊ ഫീഡ്ബാക്ക് എടുത്തെത്തി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റില്ലേ അവിടുത്തെ അപാകതകൾ എന്താണ് അല്ലെ, പ്രോബ്ലംസ് എന്താണ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ആ പ്രവർത്തനങ്ങളെ ഇംപ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും അല്ലെ, മെച്ചപ്പെടുത്തുന്ന രീതിയിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലില് പേഷ്യൻസിന് രോഗികൾക്ക് കൊടുക്കുന്ന സേവനങ്ങള് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിയതിന് ശേഷം അത് മെച്ചപ്പെടുത്തുന്ന തരത്തിൽ നടത്തുന്ന പ്രവർത്തനത്തെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ഓക്കെ ആണോ? നെക്സ്റ്റ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് നോക്കിയേ, TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് is a system of management centered. എന്താണ് ഇത്? ഒരു മാനേജ്മെന്റ് സെന്റേർഡ് ആണ് അല്ലെ, on the principle that every member of staff should be committed to keeping high standard of work in every aspects of hospital operations. എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും every aspects of hospitals operation അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ഉയർന്ന നിലവാരമുള്ള രീതിയിൽ എന്താണ് പ്രവർത്തിക്കുന്നു എന്ന തത്വത്തിൽ പ്രതിജ്ഞാബദ്ധമായ ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന തത്വത്തിൽ കേന്ദ്രീകൃതമായ ഒരു മാനേജ്മെന്റ് സംവിധാനമാണ് TQM. പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് അറിയാം ഹോസ്പിറ്റലിൽ ഏതൊക്കെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. നമ്മ ഹോസ്പിറ്റൽ എൻ്റർ ചെയ്യുമ്പോൾ തുടങ്ങി നോക്കുക, സെക്യൂരിറ്റി സ്റ്റാഫ് അല്ലെ ആണോ? സെക്യൂരിറ്റി അല്ലെ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോ അവിടെ. പിന്നെ റിസപ്ഷൻ അല്ലെ, ഡോക്ടേഴ്സ്, നഴ്സുമാര് അല്ലെ, ലാബിൽ വർക്ക് ചെയ്യുന്നവര്, സ്കാനിങ് സെക്ഷനില്, പിന്നെന്താണ് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവര്, പിന്നെന്താ ക്ലീനിങ് അല്ലെ, ബില്ലിങ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ, ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവരെങ്ങനെ ജോലി ചെയ്യണം? അവരുടെ ഉത്തരവാദിത്തങ്ങള് എന്താണ് നല്ല രീതിയിൽ ക്ലിയർ ആയോ? ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസ് അവരെന്താണ് നിലവാരമുള്ള തരത്തിൽ അല്ലെ, ക്വാളിറ്റി ഉള്ള തരത്തിൽ ചെയ്യുന്നു എന്ന എന്താണ് തത്വത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ? എന്നാലല്ലേ ആ ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും കറക്റ്റ് രീതിയിൽ അവരുടെ ജോലികളെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്താൽ മാത്രമല്ലേ
ഹോസ്പിറ്റലിൽ ക്വാളിറ്റിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ഗുണനിലവാരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്താണ്, ഉയർന്ന നിലവാരമുള്ള ജോലികൾ നിലനിർത്താൻ ഓരോ ജീവനക്കാരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി കെയർ. എന്താണ് ടോട്ടൽ ക്വാളിറ്റി കെയർ? is the provision of the best possible care through constantly enhancing service to meet or exceed the needs and hope of the customer. ഇപ്പൊ ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യൻസ് അല്ലെ? പേഷ്യൻസ് അല്ലേ? ആ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്തൊക്കെ ഉണ്ടാവും? നീഡ്സ് ഉണ്ടാവും അല്ലെ? അവരുടെ ആവശ്യകതകൾ ഉണ്ടാവും അല്ലെ? പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലെ? നമ്മ ഹോസ്പിറ്റലിൽ പോകുമില്ലേ, നമുക്ക് രോഗം മാറണം അല്ലെ? നമുക്ക് വന്നിരിക്കുന്ന അസുഖം മാറണം, അതെന്താണ്? നമ്മുടെ ആവശ്യമാണ് അല്ലെ? ആണോ? നമ്മുടെ പ്രതീക്ഷകൾ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കും അല്ലെ? നല്ല ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കും. ആ നമ്മുടെ പ്രതീക്ഷകളല്ലേ? അപ്പൊ എന്താണ്, ഹോസ്പിറ്റൽ പേഷ്യൻസിന്റെ ആവശ്യങ്ങളും അവരുടെ എന്താണ് പ്രതീക്ഷകളും നിറവേറ്റുന്നതിനും, അതല്ലെങ്കിൽ എന്ത് ലഭിക്കണം? അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾ നിറവേറ്റുക, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കുക അല്ലെ? ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെ? ആണോ? എന്താണ് അവരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിനോ അല്ലെങ്കിൽ അതിനപ്പുറം നിരന്തരം മെച്ചപ്പെടുത്തുന്ന സേവനങ്ങളിലൂടെ പേഷ്യൻസിന് എന്തൊടുക്കുക? ഏറ്റവും മികച്ച പരിചരണം നൽകുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് പേഷ്യൻസിന് എന്താണ് അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രതീക്ഷകളും നിറവേറ്റുന്നതിനോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള എന്താണ് പരിചരണം, ഏറ്റവും സാധ്യമായ രീതിയിൽ മികച്ച പരിചരണം അവർക്ക് നൽകുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കുക. QC is a procedure. ഇതൊരു പ്രൊസീജിയർ ആണ്, നടപടിക്രമമാണ് അല്ലെ? സെറ്റ് ഓഫ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു നടപടിക്രമങ്ങളുടെ ഒരു കൂട്ടം സെറ്റ് ആണ്. That intends to make sure that medical service others to a defined set of quality criteria or meet the requirements of the client or customer. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചാലും നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളില് പഠിച്ചാണോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. അതിൽ പലതരത്തിലുള്ള ഹോസ്പിറ്റൽ പറയുന്നുണ്ട് അല്ലെ? സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ? സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ? അപ്പൊ അവിടുത്തെ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, സർവീസുകൾ ഒക്കെ ഒരേപോലെയാണോ? അല്ല അല്ലെ? എന്താണ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്താ, മെഡിക്കൽ സർവീസുകൾ ലെവൽ ഓഫ് കെയർ അത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ എന്താ, അതൊക്കെ മെഡിക്കൽ സർവീസ് നമ്പർ ഓഫ് ബെഡ്സ് വ്യത്യാസം. ആ നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഹോസ്പിറ്റലിനെ അല്ലെ? സ്റ്റാഫുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പൊ നോക്കിയേ, മെഡിക്കൽ സർവീസുകൾ നിർവചിക്കപ്പെട്ട അവരെ ഉദ്ദേശിക്കുന്ന തരത്തില് ഗുണനിലവാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ സോറി ട്ടോ മിസ് പറഞ്ഞത് മാറിപ്പോയിട്ടോ.
available of doctor. Okay, this next sentence ആണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ പറഞ്ഞു നോക്കിയേ, quality controls is a procedure or set of procedures that intends to make sure that medical service adheres to a defined set of quality criteria or meets the requirements of the client or customer. എന്താണ് ഹോസ്പിറ്റലിലെ സർവീസുകൾ, ഹെൽത്ത് കെയർ സർവീസുകൾ നിർവചിക്കപ്പെട്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ അല്ലെ? ഓരോന്നിനും ഓരോ നിലവാരം ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഒരു ഗുണനിലവാരമായിരിക്കും അല്ലെ, അവിടെ റേഡിയോളജി സർവീസ്. ലാബുകളുടെ വേറെ ആയിരിക്കും അല്ലെ, ഫാർമസിയിൽ വേറെ ആയിരിക്കും, അവിടെ ഡ്രഗ്സുകളുടെ ഒക്കെ ഗുണനിലവാരമായിരിക്കും അല്ലെ, ആണോ? ഡോക്ടേഴ്സിന്റെ അവിടെ എന്തായിരിക്കും, ഡോക്ടേഴ്സിന്റെ സേവനമായിരിക്കും നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സർവീസുകൾ എന്താണ് നിർവചിക്കപ്പെട്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് QC കൊണ്ട്, ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായോ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്താണ് അവരുടെ നിർവചിക്കപ്പെട്ട, അവർക്ക് പറയുന്ന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് ആണ് ക്വാളിറ്റി കൺട്രോൾ. ക്ലിയർ ആയത്? നമുക്ക് തന്നെ അറിയാം അല്ലെ, ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം, നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ഫെബ് ഓക്കെ ആണ്, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ISO 9001 ഡിഫൈൻസ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ISO 9000 ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയാണ്. എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഇതെന്തിൽ കേന്ദ്രീകൃതമാണ്? ഗുണനിലവാരമുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നു എന്നതിനെ കേന്ദ്രീകരിക്കുന്നു അല്ലെ. ഹോസ്പിറ്റലില് നല്ല ഗുണനിലവാരമുള്ള റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നു എന്നതിനെ കേന്ദ്രീകരിക്കുന്നു അല്ലെ. ആര് സെന്റേർഡ് ആണ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്? പേഷ്യന്റ് സെന്റേർഡ് ആണ് അല്ലെ. അല്ലേ? ഹോസ്പിറ്റലിലെ പേഷ്യൻസ് വന്നാൽ മാത്രമല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ അല്ലേ? അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യകതകൾ അല്ലെ, അവരുടെ ആവശ്യകതകളെ ക്വാളിറ്റിയില് ഗുണനിലവാരത്തില് നിറവേറ്റുന്നു എന്നതിനെ കേന്ദ്രീകരിക്കുന്നു. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്റ്റർ. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ISO സർട്ടിഫിക്കേഷൻ എന്നും പറയാറുണ്ട് അല്ലെ. അവര് അംഗീകാരം കൊടുക്കുന്നു എന്നും പറയാറുണ്ട്. ISO സർട്ടിഫിക്കറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞ നമ്മിപ്പോ ഓരോ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ കാണാറില്ല ISOന്റെ സിമ്പിൾ ഒക്കെ വെച്ചിങ്ങാണ്ട്. അവർ അക്രീഡിയേഷൻ അംഗീകാരം കൊടുക്കുന്നതല്ലേ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ക്വാളിറ്റി ഉണ്ടെന്ന് അവർ അംഗീകരിച്ചത് കൊണ്ടാണ് അല്ലെ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. Next, hospital quality management refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards. ഇതാണ് മിസ്റ്റർ നേരത്തെ പറഞ്ഞത്. എന്താണ് പലതരത്തിലുള്ള ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. ക്ലാസിഫിക്കേഷനില് സ്മോൾ, മിഡ് അല്ലെ, ലാർജ്. അപ്പൊ എന്താണ് ഇന്നത് ക്വാളിറ്റി ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നത്
എന്താണ് വ്യത്യസ്ത ഹോസ്പിറ്റലുകളുടെ ക്വാളിറ്റി അളവുകൾ അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു വ്യത്യസ്ത ഹോസ്പിറ്റൽ, ഈ മിഡ് സൈസ്ഡ്, സ്മോൾ സൈസ്ഡ്, അതിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ, അവിടുത്തെ ഫങ്ഷൻസുകളിൽ എല്ലാത്തിലും വ്യത്യസ്തത ഉണ്ടായിരിക്കും അല്ലെ. സർവീസുകളില് അപ്പൊ എന്താണ് വ്യത്യസ്ത ഹോസ്പിറ്റൽ ക്വാളിറ്റി അളവുകളും എന്താണ് നിലവാരങ്ങളും പ്രയോഗിച്ച് അവിടുത്തെ നിലവാരങ്ങളും സ്റ്റാൻഡേർഡുകളും ഉപയോഗിച്ച് എന്താണ് മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഫലവത്തായ രീതിയിൽ അല്ലെ മൂല്യവത്തായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഹോസ്പിറ്റലുകള് അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ സർവീസുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, പേഷ്യൻസിന് മൂല്യവത്തായ രീതിയിൽ എന്ത് കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് അല്ലെ, ചികിത്സ ആണോ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ഓക്കെ ആണോ? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നത് ഓരോ ഹോസ്പിറ്റലുകളുടെയും എന്താണ് അവിടുത്തെ വ്യത്യസ്ത ഫെസിലിറ്റീസ്, സർവീസുകൾ, എക്യുപ്മെന്റ്സുകൾ അതൊക്കെ ഉപയോഗിച്ച് കണ്ടക്ട് ചെയ്യുക. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം എങ്ങനെയാക്കുക, മൂല്യവത്തായ രീതിയിൽ നടത്തുന്നതിനെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് സോ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ഈസ് ഇൻ എ ഡിസൈറബിൾ ഫംഗ്ഷൻ. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം, അഭികാമ്യമായ രീതിയിൽ അല്ലെ, പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ, തൃപ്തരാക്കുന്ന രീതിയിലാക്കണം അല്ലെ, ആണോ? തൃപ്തകരമായ അല്ലെ, തൃപ്തരാക്കുന്ന രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ. ക്ലിയർ ആയത്? അത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് job description or responsibilities of hospital quality manager. Hospital quality manager ആരാണ്, ആളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം, ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. The quality manager in hospital must support the quality assurance programs at the hospital. ഇപ്പൊ നമ്മൾ HAKI പഠിച്ചല്ലോ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അപ്പൊ എന്ത് പഠിച്ചു, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ടെന്ന് പഠിച്ചു അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഫാർമസി പഠിച്ചപ്പോ എന്ത് പഠിച്ചു, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടെന്ന് പഠിച്ചു അല്ലെ, ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പഠിച്ചോ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലില് എന്താണ് ക്വാളിറ്റി അഷുറൻസ് അല്ലെ, ക്വാളിറ്റി ഉറപ്പ് നൽകുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്, ഒരു സെല്ലുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാ, സപ്പോർട്ട്, ഈ ക്വാളിറ്റി മാനേജർ സപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആയോ? And responsible for working out and establishing quality procedure, standards and specification in hospital. എന്താണ് ഹോസ്പിറ്റലില് ക്വാളിറ്റി ഉള്ള പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങള്, സ്റ്റാൻഡേർഡ്സുകള്, നിലവാരങ്ങള്, സ്പെസിഫിക്കേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, നിലനിർത്തേണ്ടത്, അത് സ്ഥാപിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, ഈ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് നിലവാരമുള്ള അല്ലെ, ക്വാളിറ്റിയുള്ള നടപടിക്രമങ്ങള്, സ്റ്റാൻഡേർഡുകൾ അല്ലെ, സ്റ്റാൻഡേർഡുകള്, സ്പെസിഫിക്കേഷൻസ് അതൊക്കെ സ്ഥാപിക്കേണ്ടതും നിലനിർത്തേണ്ടതും അതിനുവേണ്ടി പ്ലാൻ ചെയ്യേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതൊക്കെ ഈ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. He or she must pursue quality improvement in all the process and procedures of the hospitals and share reports. Quality manager ചിലപ്പോ മെയിലോ ഫീമെയിലോ ആവാല്ലേ, അവരോ എന്താണ് ഹോസ്പിറ്റലിലെ
all process and procedures. ഹോസ്പിറ്റലിലെ എല്ലാ പ്രക്രിയകളും നടപടിക്രമങ്ങളും പ്രോസസ്സുകളും പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും എന്താണ് ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ എന്താണ് ഈ ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യുക നിർബന്ധിക്കുകയും അതിനുവേണ്ട പ്ലാനുകൾ തയ്യാറാക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുക. വേണ്ടേ? ഇപ്പൊ ഒരു ഫീഡ്ബാക്ക് തയ്യാറാക്കി ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ രോഗിയിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തു. അപ്പൊ അതിൽ കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ് റിസപ്ഷനിൽ ഒരുപാട് നേരം അവർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, ബില്ലിങ്ങിന് ഒരുപാട് നേരം അവർക്ക് വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ അവര് ഫീഡ്ബാക്കിൽ കൊടുക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം അവര്? ഈ ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യണം? അതിനുവേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യണം അല്ലെ? പ്ലാൻ തയ്യാറാക്കണ്ടേ? പ്ലാൻ തയ്യാറാക്കി എന്തെല്ലാം അതിന് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ട് അതാ ചെയ്യണം അല്ലെ? നടപ്പിലാക്കണം അല്ലെ? ഇംപ്രൂവ് ചെയ്യണം. വേണ്ടേ? എന്താണ് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടി? എന്താണ്? ആശുപത്രിയിലെ എല്ലാ പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും പ്രക്രിയകളും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ അവരെ നിർബന്ധിക്കണം അല്ലെ? അതിനുവേണ്ട പ്ലാനുകൾ അവർക്ക് കൊടുക്കണം. കൂടാതെ എന്താണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും വേണം. ക്ലിയർ ആയത്? ജോബ് ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആയോ? ക്വാളിറ്റി മാനേജറുടെ നെക്സ്റ്റ് കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ക്വാളിറ്റി മാനേജറുടെ കീ ജോബ് എന്താണ്? അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ? ജോലികൾ എന്തെല്ലാമാണ്? ensuring good quality non-clinical services such as infection prevention, security, diet, etc. എന്താണ്? അണുബാധ തടയൽ അല്ലെ? ഹോസ്പിറ്റലിൽ അണുബാധ തടയണ്ടേ? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണം അല്ലെ? പ്രിവെന്റ് ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ നോസോഫോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെ? അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരും അല്ലെ? അപ്പൊ എന്താണ്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യണം. സെക്യൂരിറ്റി, സുരക്ഷിതത്വം ഉറപ്പാക്കണം അല്ലെ? സുരക്ഷ, ഡയറ്റ്, ഭക്ഷണക്രമം തുടങ്ങിയ നോൺ ക്ലിനിക്കൽ സേവനങ്ങള് ഉറപ്പാക്കുക. അതിനൊക്കെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഈ ക്വാളിറ്റി മാനേജർ ആണ്. ക്ലിയറായോ? അണുബാധ തടയല്, സുരക്ഷ, ഭക്ഷണക്രമം തുടങ്ങി നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകള് ഉറപ്പാക്കൽ. ക്ലിയറായോ? ഇത് നെക്സ്റ്റ് പറയുന്നത് ensuring clean background അല്ലെ? ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അല്ലെ? ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്. OPDs areas, wards, labor room, OT, operation theatre and patient facilities and outsourced service എന്താണ്? ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ഉറപ്പുവരുത്തുക. OPD ഏരിയാസ്, പിന്നെന്താണ്? ലേബർ റൂം, പിന്നെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, വാർഡ് എന്നീ രോഗികളുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഔട്ട്സോഴ്സുകളൊക്കെ ഔട്ട്സോഴ്സഡ് സർവീസുകളൊക്കെ എന്താണ്? നിലവാരമുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി ഔട്ട്സോഴ്സഡ് സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഹോസ്പിറ്റലിൽ നമ്മളെ കൊണ്ട് പുറത്ത് ടെസ്റ്റുകൾ ചെയ്യിക്കാറുണ്ടോ? സ്കാനിങ് ചെയ്യിക്കും അല്ലെ? ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകൾ ചെയ്യിക്കും. ചിലപ്പോ അവിടെ ആംബുലൻസ് സർവീസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുനിന്ന് വിളിപ്പിക്കും അല്ലെ? ഹോസ്പിറ്റലുകാര് തന്നെ അറേഞ്ച് ചെയ്ത് തരുമല്ലോ ഔട്ട്സോഴ്സഡ് സർവീസ്. അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ, ഔട്ട്സോഴ്സഡ് സർവീസുകൾ ഗുണനിലവാരമുണ്ടോ എന്ന് ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തണം. ക്ലിയർ ആയത്? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? Next, periodical assessment of hospital on quality checklist and arrive at a score for the facility. എന്താണ്? പീരിയോഡിക്കൽ അസസ്മെന്റ് നടത്തിയാണ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് പീരിയോഡിക്കൽ ആയിട്ട് അല്ലെ അസസ്മെന്റ് നടത്തിയായിട്ട് എന്ത് ചെയ്യാ? സ്കോർ നൽകണം. പീരിയോഡിക്കൽ അസസ്മെന്റ് മിസ് പറഞ്ഞില്ലേ? ലൈക്ക് ഓഡിറ്റ്, അതല്ലെങ്കിൽ എന്താണ്? പേഷ്യൻസിന്റെ ഇടയിൽ നിന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആക്കിയവര് അവർ ഡിസ്ചാർജ് ചെയ്യുന്ന ഫീഡ്ബാക്ക് മേടിക്കില്ലേ?
സർജറി കഴിഞ്ഞ് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് മേടിക്കാറുണ്ടോ? ചെക്ക് ലിസ്റ്റ് വെച്ചിങ്ങാട്ട് ഹോസ്പിറ്റലുകളില്. അപ്പൊ അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിങ്ങാട്ട് എന്ത് ചെയ്യുക? അസസ്മെന്റ് പീരിയോഡിക്കലായിട്ട് വിലയിരുത്തുകയും സ്കോർ നൽകുകയും ചെയ്യുക. Next, identification of gaps. Evolve action plan on the advice of in charge of the hospital and monitor compliance. Identification gap മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് മനസ്സിലാക്കുക. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ നിയമങ്ങൾക്കും നയങ്ങളില്ലേ, നമ്മ ആദ്യം തന്നെ പറയുന്നുണ്ട് അല്ലെ, ഓരോ ഹോസ്പിറ്റലിന് എന്താണ് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നയങ്ങൾ ഉണ്ടാവുന്നു അല്ലെ, റൂൾസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥാപിത നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഹോസ്പിറ്റലിലാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ, അതിനനുസരിച്ചായിരിക്കണം ഉണ്ടാകും. എല്ലായിടത്തും ഉണ്ട് അല്ലെ, ഓരോ ഓഫീസ് ആണെങ്കിൽ അവിടെ ഉണ്ടാവും അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ച കുറെ നിയമങ്ങളും നയങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കുമുള്ളിൽ നിന്നുകൊണ്ട് എന്താണ് ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഏരിയയിൽ എന്താണ് ഗുണനിലവാരത്തിന്റെ അഭാവമുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്താണ് ഗുണനിലവാരത്തിന്റെ അഭാവമുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ഒരു ചെക്കിൽ അതാരാണ് നോക്കേണ്ടത്? ഈ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് നോക്കേണ്ടത് ക്വാളിറ്റി മാനേജർ ആണ്. ആളങ്ങനെ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ നോക്കി അവർക്ക് തോന്നുകയാണ് ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആൾ അവിടുത്തെ ഇൻചാർജറെ വിവരം അറിയിക്കണം അല്ലേ? എന്തേ അതിന് ബന്ധപ്പെട്ട ആളെ വിവരം അറിയിക്കണ്ടേ? എന്നിട്ട് അതിന് വേണ്ട പ്ലാൻ തയ്യാറാക്കണം അല്ലെ? ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണ്ടേ? അപ്പൊ അതാണ് പറയുന്നത് എന്താണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പുകള് മനസ്സിലാക്കി എന്താണ് അതിന് വേണ്ട ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അത് മോണിറ്റർ ചെയ്യുക അല്ലെ, നിരീക്ഷിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് facilitate conduct of meeting connected with quality certification. Quality hospital quality certificationുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ നടത്തേണ്ടി വരുമല്ലോ പൊതുവായിട്ട്. അതിന് വേണ്ട സൗകര്യം ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. നെക്സ്റ്റ്, ensuring that the hospital meets all regulatory complaints like BMW ബ്ലഡ് ബാങ്ക്, അതായത് ബ്ലഡ് ബാങ്കിന്റെ സ്റ്റോറേജ് ലൈസൻസുമായി ബന്ധപ്പെട്ട് AERB ആണ് കേട്ടോ, ARB അല്ല AERB. റേഡിയോളജിയിൽ പഠിച്ചില്ലേ പിന്നെ AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. AERB regulations. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ BMWമായി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബ്ലഡ് ബാങ്കിലെ സ്റ്റോറേജ് ലൈസൻസ് അതല്ലെങ്കിൽ റേഡിയേഷൻ ലൈസൻസ് തുടങ്ങിയ എല്ലാ ക്രമീകരണങ്ങളും ഹോസ്പിറ്റല് ആശുപത്രി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻസുകൾ വരാം അല്ലെ ഹോസ്പിറ്റലിന്. വേസ്റ്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് രീതിയിൽ ഡിസ്പോസൽ ഒക്കെ നടത്തില്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഹോസ്പിറ്റലുകാര് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക.
ക്ലിയറായോ? Keep a record of non-functional equipment and timeline for its repair along with the AMC for all equipments. എന്താണ്? പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെയും എക്യുപ്മെന്റ്സുകൾ അത് അറ്റകുറ്റപ്പണികൾക്ക് അത് റിപ്പയർ ചെയ്യുന്നതിനാവശ്യമായ സമയരേഖയും സൂക്ഷിക്കുക അല്ലെ. ഇത്ര സമയത്തിനുള്ളിൽ എത്ര ദിവസത്തിനുള്ളിൽ അത് നന്നാക്കി കിട്ടും, റിപ്പയർ ചെയ്ത് കിട്ടും അല്ലെ. അങ്ങനെയുള്ള സമയരേഖയും സൂക്ഷിക്കുക. കൂടാതെ എന്താണ്? എല്ലാ എക്യുപ്മെന്റുകളുടെയും AMC റെക്കോർഡ് സൂക്ഷിക്കുക. AMC എന്ന് പറഞ്ഞാല് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ആനുവൽ മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നമ്മ വീട്ടിൽ തന്നെ ഒരു വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിച്ച് ഇത്ര വർഷം കഴിയുമ്പോൾ അത് സർവീസ് ചെയ്യണം അല്ലെ. വേണ്ടേ? അതിന് ഇത്ര വർഷം വാറണ്ടി അല്ലെ, ഗ്യാരണ്ടി ഇത്ര വർഷമുണ്ട് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് റെക്കോർഡുകൾ ഈ ക്വാളിറ്റി മാനേജർ സൂക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Next, planning and workout procedures towards AERB, atomic energy regulatory, atomic energy regulatory board. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജിയിൽ പഠിച്ചില്ലേ? റേഡിയേഷനുമായി ബന്ധപ്പെട്ട് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിക്മെന്റ്, preventive maintenance of equipment and vehicles and modernization of hospitals. ഹോസ്പിറ്റലിലെ ഉന്നമനത്തിന് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാം അല്ലെ. എന്റെ ഓരോ തവണ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ ഒന്ന് ഉയർത്തിക്കൊണ്ടിരിക്കണം അല്ലെ. ഉന്നമനല്ലേ ലക്ഷ്യം വെക്കേണ്ടത് ഏതൊരു കാര്യമാണെങ്കിലും അല്ലെ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിനുള്ള നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. കൂടാതെ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉപകരണങ്ങളുടെയും എക്യുപ്മെന്റുകളുടെയും വാഹനങ്ങളുടെയും പരിപാലനം അല്ലെ, മെയിന്റനൻസ്. പിന്നെന്താണ്? മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ നവീകരണം. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, to install and virtual grievance redressal system both for employees and patients. പേഷ്യൻസിനും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും എംപ്ലോയീസിനും അവരുടെ പരാതികൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കണം? ഓൺലൈൻ ആയിട്ട് അല്ലെ. വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ. വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. എന്താണ്? ജീവനക്കാർക്കും രോഗികൾക്കും വെർച്വൽ രീതിയിൽ എന്താണ് പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെയോ? നെക്സ്റ്റ്, സ്ട്രെങ്തൻ ആണ് കേട്ടോ. ഇവിടെ STRE എന്നാണ് കേട്ടോ. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. STRENGTHEN, strengthen of hospital, MIS, KPI and report action taken. എന്താണ്? ഹോസ്പിറ്റലിന്റെ MIS എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. Key performance indicators. Key performance indicators നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഒരു 32 key performance indicators പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ എന്താ? ഹോസ്പിറ്റലിന്റെ
മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുക. അതിനു വേണ്ട ആക്ഷൻ അല്ലേ, നടപടികൾ സ്വീകരിക്കുക. ക്ലിയറായതാ? ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യിക്കാനുള്ള, ശക്തിപ്പെടുത്താനുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. ക്ലിയറായോ? KPI എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അതൊക്കെ പഠിക്കാനുണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റിയുമായി കോർഡിനേറ്റ് ചെയ്യുക. എന്താണ്? ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി വിലയിരുത്തുന്ന അല്ലെ, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന അതോറിറ്റി. അതിൽ ആരൊക്കെ പെടാം? ഡയറക്ടർ പെടാം അല്ലെ, മെഡിക്കൽ സൂപ്രണ്ട് പെടാം, എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പെടാം അല്ലെ, ക്വാളിറ്റി മാനേജർ പെടാം അല്ലെ. അങ്ങനെയുള്ള അസസിംഗ് അതോറിറ്റിയുമായി കോർഡിനേറ്റ് ചെയ്യുക, സഹകരിക്കുക. Ensure the employees education on quality standards. എന്താണ്? ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരത്തെ ഉറപ്പാക്കുക. വേണ്ടേ? ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? എഡ്യൂക്കേഷൻ ഉള്ളവരായിരിക്കണം അല്ലേ, അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ലേ വർക്ക് ചെയ്യുന്നത്, ആണോ? അപ്പൊ എന്താണ്? അങ്ങനെ എംപ്ലോയീസിന്റെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ വിദ്യാഭ്യാസ നിലവാരം, അതെന്താണ്? ക്വാളിറ്റി ഇല്ലാത്ത ആളുകളാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഗുണനിലവാരം ഉണ്ടാവോ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളില്? ഇല്ല. അപ്പൊ എന്താണ്? അതിനു വേണ്ടി സ്റ്റാഫുകളുടെ എന്താണ് വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുക. നെക്സ്റ്റ് 13ാമത്തെ പോയിന്റ് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. എന്താണ്? ഹോസ്പിറ്റൽ കമ്മിറ്റികൾ അല്ലെ, ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്, ഇപ്പൊ പറഞ്ഞ അസസിംഗ് അതോറിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റി, ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അവരെ ക്രമീകരിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ മിസ്? എന്ന് അടുത്ത ഭാഗം കണ്ടോ? മൂന്നാമത്തെ നോക്കിയ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് 32 mandated by NAB. കണ്ട 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും MISഉം ശക്തിപ്പെടുത്തുക, സ്ട്രെങ്തൻ ചെയ്യിക്കുക. മിസ് എന്നടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ഏതാണ് AMC? ആനുവൽ AMC. ആനുവൽ AMC എന്ന് പറഞ്ഞാല് ആനുവൽ മെയിന്റനൻസ്, എക്യുപ്മെന്റുകളുടെ മെയിന്റനൻസ്. ആനുവൽ അല്ലെ, വർഷം വരും, ഓരോ വർഷം മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ എക്യുപ്മെന്റ്സുകൾ. അപ്പൊ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്, AMC ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. മിസ് എടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.